ആലപ്പുഴയിൽ 27-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുമായി അന്ധരായ മാതാപിതാക്കൾ തങ്ങളുടെ കാഴ്ച പരിമിതി പറഞ്ഞ് രേഷ്മയെ ഭർത്താവും കുടുംബവും നിരന്തരം അപമാനിച്ചു. സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചതിനെ തുടർന്നാണ് കലവൂർ തകടി വെളിയിൽ രേഷ്മ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പോലീസ് കേസെടുത്തതോടെ ഭർത്താവ് ഡിബിനും കുടുംബവും 3 വയസ്സുകാരിയായ പേരക്കുട്ടിയെയും കൊണ്ട് കടന്നതായി രേഷ്മയുടെ പിതാവ് ജയരാജ് പറയുന്നു. മണ്ണഞ്ചേരി കലവൂർ സ്വദേശികളായ ജയരാജും ഷീല ജയരാജും ഭാഗികമായും പൂർണ്ണമായും കാഴ്ചാ പരിമിതികളുള്ളവരാണ്. ശാരീരിക വെല്ലുവിളികൾക്ക് മുന്നിൽ പതറി നിൽക്കാതെ പൊരുതിയാണ് ഇരുവരും 2 പെൺമക്കളെ ബിരുദ പഠനം വരെ വിദ്യാഭ്യാസം നൽകി ജോലിയെടുത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കിയത്. ഒരായുഷ്കാലം മുഴുവൻ കഷ്ടപ്പെട്ട രക്ഷിതാക്കൾ പൊന്നുപോലെ വളർത്തിയെടുത്ത മകളാണ് ഭർതൃഗൃഹത്തിൽ ഒരു ഷാളിൻ തുമ്പിൽ ജീവനൊടുക്കിയത്. ഭർത്താവ് ടിബിനിൽ നിന്നും ഭർത്തൃമാതാവ് ബിന്ദുവിൽ നിന്നും കണ്ണുപൊട്ടിയുടെ മകളെന്ന് വിളിച്ച രേഷ്മ നിരന്തരം അപമാനം നേരിടേണ്ടി വന്നുവെന്ന് ഈ മാതാപിതാക്കൾ കണ്ണീരോടെ പറയുന്നു. അവര് അമ്മയും അച്ഛനൊക്കെ കണ്ണുപൊട്ടി എന്നല്ലാണ്ട് വിളിക്കില്ലായിരുന്നു. കണ്ണുപൊട്ടിയുടെ മകളെന്നാ വിളിക്കണത് ആളെ. അപ്പൊ അവിടെ പറഞ്ഞു അത് ദൈവം തന്നതല്ലേ. അവള് പറഞ്ഞു അവര് വീട്ടിലേക്ക് അവള് ഫോൺ നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരാരെങ്കിലും വരികയാണെങ്കിൽ അമ്മ പിന്നെ വിളിക്കാന്നും പറഞ്ഞ കട്ട് ചെയ്യും. ആദ്യം അമ്മയുടെ അന്ധത പറഞ്ഞായിരുന്നു അപമാനിക്കലെങ്കിൽ പിന്നീട് അത് സ്വർണത്തിന്റെ പേരിലായി. രക്ഷകർത്താക്കളുടെ മുന്നിൽ വെച്ച് ഡിബിൻ രേഷ്മയെ മുഖത്തടിച്ചിരുന്നു. ഗാർഹിക പീഡനമടക്കമുള്ള വകുപ്പുകൾ ചുമത്തി നോർത്ത് പോലീസ് എടുത്ത കേസിൽ ഡിബിന്റെ പിതാവ് ദിലീപ് കുമാറും പ്രതിയാണ്. ആത്മഹത്യ ചെയ്തുവെന്ന് പറയപ്പെടുന്ന ദിവസത്തിന്റെ തലേദിവസം രാത്രി രേഷ്മയെ ഡിബിൻ മർദ്ദിച്ചതായി അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടെന്ന് പിതാവ് പറയുന്നു. 3 വയസ്സുകാരിയായ ചെറുമകൾ ഇക്കാര്യം പറഞ്ഞപ്പോൾ കുട്ടിയെ ഉൾപ്പെടെയായി ടിബിനും കുടുംബവും തത്തമ്പള്ളി കറുകയിലുള്ള വീട്ടിൽ നിന്ന് കടന്നു കളഞ്ഞു. ഞാൻ അവനോട് ചോദിച്ചു, മോൻ പേടിച്ചാ? ഞാൻ പേടിച്ചില്ല, പക്ഷെ ദക്ഷ കരഞ്ഞു, ദക്ഷയ്ക്ക് പേടിയായി പോയി എന്ന് പറഞ്ഞു. ദക്ഷ ഇളയ കുട്ടി അവൾക്ക് പേടിയായി പോയി എന്ന് പറഞ്ഞു. പക്ഷെ അവൻ പിന്നെ അവിടെ നിന്നില്ല. പിറ്റേ ദിവസം അവൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം, ഷീലാമ്മയുടെ അടുത്ത് പോകണം എന്ന് പറഞ്ഞു എൻ്റെ അടുത്തേക്ക് പോരുകയായിരുന്നു. ഇനിയും നോർത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വൈകരുതെന്ന അപേക്ഷയാണ് പാവപ്പെട്ട ഈ രക്ഷകർത്താക്കൾക്കുള്ളത്. ഞങ്ങളെപ്പോലുള്ള ദാരിദ്ര്യതയ്ക്കും താഴെയുള്ള പെൻഷൻ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് ആ പിള്ളേരെ അത്രയും രീതിയിൽ അയക്കുമ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ഒരു രക്ഷകർത്താക്കൾക്കും അങ്ങനെ ഉണ്ടാവരുത്. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഞങ്ങൾക്ക് പോകാനുള്ള ഞങ്ങളുടെ മോൾ പോയി. ആ ഒരവസ്ഥ തീർച്ചയായിട്ടും നമ്മളിവിടെ ഭരിക്കുന്നു. പ്രധാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ആയാലും നീതിപീഠമായാലും പോലീസുകാരായാലും സത്യസന്ധമായി അന്വേഷിച്ച് ഞങ്ങൾക്ക് നീതി ഉറപ്പാക്കണമെന്ന് മാത്രമാണ് എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്. കാഴ്ച പരിമിതിയുള്ള ഷീലയും ജയരാജും വളരെ കഷ്ടപ്പെട്ടാണ് 2 പെൺമക്കളെ വളർത്തിയത്. അതിലൊരാളെയാണ് ഈ കുടുംബത്തിനിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഗാർഹിക പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ളത് പോലീസിന്റെ എഫ്ഐആറിലടക്കം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രതികൾക്കെതിരെ കർശന നടപടി ഇനിയെങ്കിലും പോലീസ് സ്വീകരിക്കേണ്ടതായുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശരണ്യ സ്നേഹജൻ തന്നെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ശരണ്യ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഈ ഗാർഹിക പീഡനം, സ്ത്രീധന പീഡനം, അതുമൂലമുണ്ടാകുന്ന കൊലപാതകങ്ങളും അതിനപ്പുറം പെൺകുട്ടികൾ സ്വയമേ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളുമൊക്കെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ നിരന്തരം വർദ്ധിച്ചു വരികയാണ്. എപ്പോഴും നമുക്ക് സമാനമായ രീതിയിലുള്ള വാർത്തകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയുണ്ട്. അതിനപ്പുറം ഈ കുടുംബത്തിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് എത്തിയാൽ ഈ അച്ഛനും അമ്മയ്ക്കും കാഴ്ചാ പരിമിതിയുണ്ട്. അവർക്ക് ഈ വിഷയങ്ങൾ നടക്കുന്ന സമയത്ത്, മകളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി നടക്കുന്ന സമയത്താണെങ്കിൽ പോലും നിലപാടെടുക്കുന്നതിലും ഒപ്പം നിൽക്കുന്നതിലും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പരിമിതികൾ ഉണ്ടായിരുന്നു, വെല്ലുവിളി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ മരണപ്പെട്ട മകൾക്ക് വേണ്ടി നീതിക്കായി ഇറങ്ങിത്തിരിക്കണമെങ്കിലും സാധാരണ മറ്റ് അച്ഛനമ്മമാരെ പോലെ അല്ല ഇവരുടെ അവസ്ഥ എന്നുള്ളതാണ് ഏറെ ദുഃഖകരം.
തീർച്ചയായിട്ടും ഭവ്യ, ഈ പെൺകുട്ടിയെ നമുക്ക് ഈ ആലപ്പുഴ കലവൂർ സ്വദേശിയാണ് ഈ കുട്ടി. ഈ കുട്ടിയെ എനിക്ക് വ്യക്തിപരമായി തന്നെ അറിയാവുന്ന ഒരു കുട്ടിയാണ്. അതായത് ഞാൻ താമസിക്കുന്ന നമ്മുടെ പാതിരപ്പള്ളി എന്ന സ്ഥലത്തിന് തൊട്ടടുത്തൊരു ഫാം ഫൈബർ എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിലാണ് ഈ കുട്ടി വർക്ക് ചെയ്തിരുന്നത്. നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഈ ഫോട്ടോ, ഈ കുട്ടിയുടെ ചിത്രം കാണുമ്പോഴാണ് ഈ കുട്ടിയാണല്ലോ മരണപ്പെട്ടതെന്നുള്ള ഒരു വിഷമം നമ്മളുടെ മനസ്സിലുണ്ട്. അത് അത്ര സ്മാർട്ടായിട്ടത് ജോലി ചെയ്ത്, വലിയ ജോലിയൊന്നുമല്ല, ഫാം ഫൈബർ എന്ന സ്ഥാപനത്തിൽ ചെറിയൊരു ജോലി ചെയ്ത് ജീവിച്ചു പോകുന്ന കുട്ടിയാണ്. ഈ 2 മക്കളെയും ഈ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ് എന്ന് പോലും നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല. അത്ര പ്രസരിപ്പോടുകൂടി ആളുകളോട് ഇടപഴകുന്ന ഒരു ആളായിരുന്നു. ഈ ചിത്രം കാണുമ്പോഴാണ് ഈ കുട്ടിയാണ് മരണപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 27 വയസ്സാണ് അവൾക്ക് ഉള്ളത്. രേഷ്മ, ഈ മരണം സംഭവിക്കുന്നത് കഴിഞ്ഞ മാസമാണ്. അതായത് സെപ്റ്റംബർ 17-ാം തീയതിയാണ് രേഷ്മയെ വീടിൻ്റെ രാവിലത്തെ 8 മണിയോടുകൂടിയാണ് വീട്ടുകാരെ, ഈ നമ്മൾ കണ്ട ജയരാജും ഷീലയും, അവർക്ക് 2 പേർക്കും കാഴ്ച പരിമിതിയുള്ളതാണ്. ജയരാജിന് വളരെ നേരിയ തോതിലൊന്ന് കാഴ്ച കാണാം, പക്ഷേ ഷീലയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായി കാണാൻ കഴിയാത്ത ആളാണ് എന്നുള്ളതാണ്. ഇവർ 2 പേരും വളരെയധികം ഫൈറ്റ് ചെയ്താണ് അവർ ആ മക്കളെ വളർത്തി കൊണ്ടുവന്നത്. 2 പെൺമക്കളായിരുന്നു. 2 പെൺമക്കൾക്കും ബിരുദം വരെയുള്ള വിദ്യാഭ്യാസം നൽകി. ജയരാജ് ബ്രെയിൻ ലിപിയിലൂടെ തന്നെ ബിരുദം നേടിയ, മലയാളത്തിൽ ബിരുദം നേടിയ ഒരാൾ കൂടിയാണ്. അപ്പോൾ അവരത്രയും സ്ട്രഗിൾ ചെയ്തും കഷ്ടപ്പെട്ടും മക്കളെ മികച്ച വിദ്യാഭ്യാസം നൽകി വളർത്തി എടുത്ത് കൊണ്ടുവന്ന ആളുകളാണ് അവർ. ഈ അമ്മയും അച്ഛനും പറഞ്ഞ ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, രേഷ്മ കല്യാണം കഴിച്ച് കൊണ്ടുപോയി, ഡിബിൻ വിവാഹം കഴിച്ച് കൊണ്ടുപോയതിന് ശേഷം പിന്നീട് ആ വീട്ടിൽ ആ പെൺകുട്ടി നേരിടേണ്ടി വന്നത് കണ്ണുപൊട്ടിയുടെ മകൾ എന്ന് വിളിച്ചുള്ള നിരന്തര ആക്ഷേപങ്ങളായിരുന്നു എന്നുള്ളതാണ്. മടങ്ങിയെത്താം. ഇപ്പോൾ ഈ രേഷ്മയുടെ അച്ഛൻ ജയരാജ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ശ്രീ ജയരാജ്. വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് ഞങ്ങളെ എല്ലാവരെയും സംബന്ധിച്ച്. ഇതിപ്പോൾ ഈ രേഷ്മ അനുഭവിച്ച ദുരനുഭവങ്ങളെക്കുറിച്ച് ഒരു സൂചന നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഒരു യഥാർത്ഥ ചിത്രത്തിലേക്ക് കടന്നാൽ, വിവാഹം കഴിഞ്ഞത് മുതൽ തന്നെ കൊടിയ പീഡനമാണോ ആ വീട്ടിൽ രേഷ്മ അനുഭവിച്ചത്? നമസ്കാരം, ഞാൻ ജയരാജാണ്. എന്റെ മോള് 2021 വിവാഹിതയായത്. ഞങ്ങൾ 2 പേരും പൂർണ്ണമായി കാഴ്ചയില്ലാത്ത. എനിക്ക് കുറച്ച് കാഴ്ചയുണ്ട്, വൈഫിന് ഒട്ടും കാണാൻ വയ്യാത്തതാണ്. ഞങ്ങൾ 2021 മോളെ രേഷ്മ രാജ് വിവാഹം ചെയ്തു. ആലപ്പുഴ ഹൈറ്റുണ്ടി ജംഗ്ഷന് കിഴക്കുള്ള ഡിബിൻ ആണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. കലവൂര് പാതിരപ്പള്ളി വാം ഫൈബറിലെ ജോലിക്കാരനാണ്. മോളും അവിടെ ജോലി ഉണ്ടായിരുന്നതാണ്. ആലോചിച്ച് കല്യാണം നടത്തി. അതിനുശേഷം സ്വർണത്തിന്റെയും ഞങ്ങളുടെ കാഴ്ച വൈകല്യത്തിന് കണ്ണുപൊട്ടന്റെയും കണ്ണുപൊട്ടിയുടെയും മകനെന്നുള്ള പേരിൽ, മകളെന്ന പേരിൽ നിരന്തരം അവളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയും, അതുകൂടാതെ അവളുടെ പ്രസവ സമയത്ത്, വീട്ടിൽ പ്രസവത്തിന് കൊണ്ട് നിർത്തിയിരിക്കുന്ന സമയത്ത് സ്വർണത്തിന്റെ പേരിൽ അവളെ വന്ന് വീട്ടിൽ വെച്ച് അടിക്കുകയും, ആ സമയത്ത് ഞാൻ അവരെ വഴക്കുണ്ടാക്കി ഇറക്കി വിടുകയും ചെയ്തിരുന്നു. എന്റെ മോളെ ദേഹമർദ്ദനം ഏൽപ്പിക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ 20 പവനോളം സ്വർണമാണ് ഞങ്ങൾ ഈ 2 മക്കൾക്കും കൊടുത്തിട്ടുള്ളത്. മാന്യമായ രീതിയിൽ നമ്മൾ അയച്ച് നമ്മൾക്ക് ഉള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ തന്നെ കഴിയില്ല ഈ ഒരവസ്ഥ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. നമ്മുടെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്തതായിട്ട് അറിഞ്ഞ അതിന്റെ മൊഴി കൊടുക്കാൻ ചെന്നപ്പോൾ നമ്മൾ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നു. അതിന്റെ FIR ഇട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ DYSPയുടെ സാന്നിധ്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം നടത്തി. ഇതുവരെ അന്വേഷണമൊന്നും എങ്ങും എത്താതെ, ഞങ്ങൾക്ക് നീതി ലഭിക്കാതെ ഉള്ള രീതിയിലാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന്, ബഹുമാനപ്പെട്ട നീതിപീഠത്തിന്റെ ഭാഗത്തുനിന്നും ഉന്നത പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് നീതി ഉണ്ടാകണമെന്നാണ് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനൊക്കെയുള്ളത്. കൂടുതലായി എനിക്കിതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അതുകൊണ്ട് എല്ലാ നീതിപീഠവും പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളും എല്ലാം ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന്, ഞങ്ങളുടെ മകൾക്ക് ഉണ്ടായ ഈ അവസ്ഥയിൽ പ്രത്യേകിച്ച് വികലാംഗരുടെ പേരിലും സ്വർണത്തിന്റെ പേരിലും ഗാർഹിക പീഡനങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ഇതിന്റെ വാർത്തകൾ യഥാർത്ഥ മാധ്യമങ്ങളൊന്നും സെപ്റ്റംബർ 17-ാം തീയതി നടന്നാണ് ഇതുവരെ ഒരു മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ ആലപ്പുഴയിലെ ന്യൂസ് 8 നിന്ന് ശരണ്യാണ് വീട്ടിൽ വന്ന് ഞങ്ങളെ കണ്ടിങ്ങനെ ഒരു വാർത്ത എടുക്കുന്നത്. ഞങ്ങൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉന്നത മേലധികാരികളും ഗവൺമെന്റും ഒക്കെ ഞങ്ങൾക്കൊരു അനുകൂലപരമായ, ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ജയരാജനും കുടുംബത്തിനും ഒപ്പം ഞങ്ങൾ ഉണ്ട് എന്നുള്ള ഉറപ്പ് ഈ ഘട്ടത്തിൽ ഞങ്ങൾ നൽകുകയാണ്. ശ്രീ ജയരാജ്, കൂടുതൽ സംസാരിച്ച് താങ്കളെ ഈ വിഷമമുള്ള ഘട്ടത്തിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരുപാട് നന്ദി ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. എന്തായാലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ്. എന്തായാലും ഈ വിഷയത്തിൽ നീതി നടപ്പാക്കാൻ, അല്ലെങ്കിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കുന്നത് വരെ
ഞങ്ങളും ആ കുടുംബത്തോടൊപ്പമുണ്ടാകും. ഈ വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും എന്നുള്ള ഉറപ്പ് മാത്രമാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത്. ഉറപ്പായും ആ പ്രതികളെ എത്രയും വേഗം പിടികൂടാൻ പോലീസിന് കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് മുന്നിലുള്ളത്.